അങ്ങനെ ഒരുപാട് ആശകളോടും പ്രതീക്ഷകളോടും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു സ്ക്വാഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയെ നേരിടുവാൻ വേണ്ടി അവരുടെ ആ ഒരു അങ്കത്തട്ടിലേക്ക് യാത്ര ആയിട്ടുണ്ട്. ഏതായാലും നിലവിലെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനും പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിര താരമായ മജീഷ്യൻ അഡ്രിയാൻ ലൂണ തന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായ മിഖായൽ സ്റ്റേറെ പറഞ്ഞതും കൂടാതെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിര താരം ഉറുഗ്വൻ മധ്യനിര താരം അഡ്രിയാൻ ലൂണ അവൈലബിൾ ആണോ അല്ലയോ എന്നാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതായാലും ലൂണ തന്റെ നിലവിലെ അവസ്ഥ പറഞ്ഞതിലേക്ക് നമ്മളൊന്ന് കടക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖം വരുമെന്ന് ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത് നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്രമേണ പരിശീലനം കുറച്ച് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കോച്ചിന്റെ അടുത്തേക്ക് അഥവാ കളിക്കളത്തിലേക്ക് ഞാൻ ലഭ്യമായേക്കും എന്നുള്ളതാണ് ലൂണ തന്റെ നിലവിലെ അവസ്ഥയായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലൂണയുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൂണയ്ക്ക് ആ ഒരു തന്റെ ഫീവർ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ആദ്യ 11 ലൂണ തീർച്ചയായിട്ടും അഥവാ ഉറപ്പായിട്ടും പന്ത് തട്ടില്ല എന്ന് ഇവിടെ ഒറ്റടിച്ച് ഞാൻ പറയുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലൂണ നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആണോ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിഖായൽ സ്റ്റേറെ പറഞ്ഞ കാര്യമാണ്. ആ മിഖായൽ സ്റ്റേറെ പറഞ്ഞിട്ടുള്ളത് ലൂണയുടെ ലഭ്യതയെക്കുറിച്ച് അഥവാ ലൂണ നാളെ കളിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നിങ്ങൾ താമസിക്കാതെ തന്നെ അറിയും അഥവാ നാളെ തന്നെ നിങ്ങൾ അറിയും എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ മാത്രം അഥവാ ചിലപ്പോൾ ഒരു 75ാമത്തെ മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ ലൂണയെ ഇറക്കിയേക്കാം. അതും അലക്സാണ്ടർ കൊയ്ഫിനെ പിൻവലിച്ചുകൊണ്ടായിരിക്കും ലൂണയെ കളിക്കളത്തിലേക്ക് ഇറക്കുക. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നാളത്തെ മത്സരത്തെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. മിഖായൽ സ്റ്റേറെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു നല്ല ടീമിനെയാണ് നാളെ നേരിടാൻ പോകുന്നത്. അവർ നല്ലൊരു സംഘം തന്നെയുണ്ട്. നന്നായി പരിശീലിപ്പിച്ചത് കൊണ്ട് തന്നെ അവർ ഡ്യൂറന്റ് കപ്പിലെ ജേതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായ്പ്പോഴും യഥാർത്ഥ വിനയത്തോടു കൂടിയാണ് നാളത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുക. ഏതായാലും നാളത്തെ മത്സരം ഞങ്ങൾ വിജയം വീണ്ടും തുടരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇനിയും വിജയം തന്നെയാണ് മുന്നോട്ട് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഈ ഒരു പരിശീലകൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിടാൻ പോകുന്നത് ശക്തരെ തന്നെയാണ്. കാരണം ഡ്യൂറന്റ് കപ്പ് ജേതാക്കളാണ് ഈ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി എന്നുള്ളത്. ഇപ്പോൾ ISLലുള്ള എല്ലാ ടീമുകൾക്കും ഏകദേശം ഒരു മേജർ കപ്പെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് അതുമില്ല. ഏതായാലും നമുക്ക് നാളത്തെ മത്സരത്തിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു മികച്ച നീക്കം തന്നെ കാണാൻ സാധിക്കും എന്ന് പറയാം. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ പരിശീലകൻ ജുവാൻ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. ആരാധകർക്ക് കാണാൻ കഴിയുന്ന ഒരു മികച്ച ഗെയിം ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വളരെ തന്ത്രപരമായ ഒരു ടീം തന്നെയാണ്. അത് വളരെ തന്ത്രപരമായ കളിയുമായിരിക്കും ഏതായാലും. പക്ഷെ ഞങ്ങളുടേത് കൂടുതൽ ശാന്തവും സംഘടിതവുമായ ഒരു പവർഫുൾ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ നിലവിലെ പരിശീലകനായ ജുവാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു പരിശീലകൻ ഓർമ്മയില്ലല്ലോ നാളെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആണ് ജയിക്കുക എന്നുള്ളത്. ഏതായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നാളത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ 2-1 എന്ന സ്കോറിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഥവാ നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും മാക്സിമം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഇതിലും മികച്ച ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.